അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വൈറലായിട്ടുള്ള ബൺ മസ്കും പിന്നെ അതേപോലെ ഇറാനി ചായ, അതായത് കുക്കർ ചായ എവിടെ നോക്കിയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയത്തിലൂടെ ഇൻസ്റ്റഗ്രാമിലോ അതേപോലെ ഫേസ്ബുക്കിലായെങ്കിലും യൂട്യൂബ് ഷോർട്സിലായെങ്കിലും ഈ ഒരു ബൺ മസ്കും പിന്നെ അതേപോലെ കുക്കർ ചായത്തേക്ക് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ളത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അത് ഞാനൊന്ന് ട്രൈ ആക്കി നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ നോക്കാം. നല്ല ടേസ്റ്റ് അവിടെ എന്തിനാവും നച്ചുള്ളതിൽ. അപ്പോൾ എന്താ ചായത്തേക്ക് ഫസ്റ്റ് കുക്കറിലൊന്ന് ഇത് ഞാൻ കുക്കറിലാക്കി എടുக்கிறேன். അപ്പോൾ നിങ്ങൾക്ക് കുക്കറിലല്ലെങ്കിൽ സാധാ പാത്രത്തിൽ ഇതിങ്ങനെ ഇറാനി ടീ ചൊന്നെങ്കിൽ ഇങ്ങനെ ദമ്മാക്കി എടുக்கிற പോലത്തെ ഒരു സംഭവമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്, ഞാനിപ്പോൾ ചുമ ചായ ആക്കിയിട്ടില്ല, ഞാൻ ഒരാൾക്ക് കുടിക്കും പോലെ ഒരു ഗ്ലാസ് തണ്ണി വെച്ചിട്ട് அதுக்கு நாங்கள் 3 டீஸ்பூனும் இது சாயப்பொடியும் പിന്നെ അതുപോലെ തെല്ല് ഇഞ്ചി ഒന്ന് കുത്തിയിട്ട് കൊടുത്തേ. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഞങ്ങൾ ഇതൊന്ന് 2 വിസിൽ പോട്ടൂടെ. അതിലിടയ്ക്ക് ഞങ്ങൾ ഇതിക്ക് പിന്നെ പാൽ ഒന്ന് പയപ്പാട്ട് വെക്കണം. അപ്പോൾ ഇതോടെ 2 വിസിൽ പോയെങ്കിൽ മതിയോ, 2-3 വിസിൽ ഇങ്ങനെയെല്ലാം എടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ സ്റ്റൗവിൽ ഞാനിതാ പാൽ അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പാലും വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര പേനോ അത് നിങ്ങൾ പേന പോലെ ആക്കി കഴിത്താൽ അതിക്ക് ഇതാ ഒരു 2 ഇത് ലവങ്ക പിന്നെ അതേപോലെ ഒരു 2 ചെറിയ ഇലക്കി ഇട്ട് കൊടുത്തേ. അപ്പോൾ ഇത് നല്ല പയക്കെട്ടിത് ചെറിയ തീയിൽ വെച്ചെങ്കിൽ കഴിത്ത് നല്ല പയച്ചിട്ട് ഇത് കുറുകിയിട്ട് വരണം, പാല് നല്ല കുറുകിയിട്ട് വരണം. അപ്പോൾ അത്രത്തോളം ചെറിയ തീയിൽ വയ്ക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ഒരു ബണ്ണ് ഞങ്ങൾക്ക് ക്രീം ഒന്നും റെഡിയാക്കി എടുക്കണില്ല. അപ്പോൾ ഇവിടെ ബട്ടർ ഇട്ട് കൊടുത്തേ. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചത് അപ്പമേ എടുക്കണ്ട, നല്ല മെൽട്ടായിട്ട് വണ്ടല്ലേ അങ്ങനെ. അതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കണം. അപ്പോൾ ഞങ്ങൾ ബട്ടർ എല്ലാം ഞങ്ങൾ എത്ര ബണ്ണ് പീന അതുക്ക് പീന എത്ര നിങ്ങൾ എടുത്തെങ്കിൽ കഴിത്ത്. അപ്പോൾ ബട്ടർ എടുത്തിട്ട് ഫസ്റ്റ് ഇതുപോലെ ചന്ത ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കും, നല്ല ബീറ്റാക്കി എടുക്കും. ഇതുപോലെ സ്പൂണിലോ അല്ലെങ്കിൽ വിസ്കിലോ ഇതിലായാലും. ഇതിപ്പോൾ നല്ല ബീറ്റായിട്ട് വന്നാൽ പിന്നെ ഇതിക്ക് ഞങ്ങൾ മധുരத்துக்கு വേണ്ടിയിട്ട് തില് കണ്ടൻസ് മിൽക്ക് വിറ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ ഷുഗർ പൗഡറും ഇടാം. ഞങ്ങൾക്ക് തില് വാനില എസൻസും വിറ്റ് കൊടുക്കുക. വാനില എസൻസ് തെല്ല് വിറ്റ് കൊടുത്തേ ഒരു 2 ഡ്രോപ്പ് അത്രമേ. പിന്നെ സ്വീറ്റിക്ക് ഞങ്ങൾക്ക് മധുരം എത്ര പേന അതുക്ക് പേന എത്ര കണ്ടൻസ് മിൽക്ക് വിറ്റിയും കഴിത്ത് ബീത്തിട്ടോ ഫസ്റ്റ് നല്ല ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് ബീറ്റാക്കിയിട്ട് എടുக்கிறோம். இப்போ ഞങ്ങൾ ഇതാ ബ്രെഡ്ക്ക് തേക്ക് ബണ്ണുക്ക് തേക്കില്ല ഇത് ക്രീം കൂടെ റെഡി ആയിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ബണ്ണ് എടുക്കുമ്പോൾ ഞങ്ങൾ എപ്പം ഫ്രഷ് ആയിട്ടുള്ള ബണ്ണ് എടുത്ത് കഴിത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണിക്കറല്ലേ. അപ്പോൾ ഇത് കൂടെ കിട്ടുന്ന ബണ്ണ് ഇതാ ഇങ്ങനത്തേത്. അപ്പോൾ ഞങ്ങൾ ബർഗർ ബണ്ണല്ല, ബർഗർ ബണ്ണ് പോലത്തേത് അതായത് പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതിൽ ചെറിയ പോലത്തെ ബണ്ണെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ ഏതും ആവും. ഞങ്ങൾക്ക് ഏത് കിട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള ബണ്ണേ എടുக்கிறோம். അപ്പോൾ ഇതാ ഇതുപോലെ ബണ്ണിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ക്രീം തേച്ച് കൊടുക്കണം. ഞങ്ങൾ റെഡിയാക്കിയ ക്രീം ഉണ്ടല്ലേ അതേപോലെ. ഈ ഒരു ബണ്ണ് ഇപ്പോൾ കേരളത്തിൽ നല്ല വൈറലായിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിലും അതേപോലെ കൊച്ചിയിലെല്ലാം കോഴിക്കോട് ബീച്ചിലെല്ലാം നോക്കി കുറേ വീഡിയോസ് എല്ലാം നോക്കിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ തിന്നാവില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ഇങ്ങനെ ആക്കി കഴിത്ത് ഇതിൻ്റെ മേൽക്ക് ഇതുപോലെ ഒന്ന് ക്രീം ഇങ്ങനെ തോത്തി കൊടുക്കും സൈഡിൽ ഇതുപോലെ. അപ്പോൾ ഞങ്ങൾ ബൺ മസ്ക് ഇതാ ഇത്രമേ ഉള്ളേ. അപ്പോൾ ബാക്കി ഞങ്ങൾ എത്ര ബണ്ണ് വേണോ അത് ഇതേപോലെ ആക്കിയിട്ട് എടുത്തേം കഴിത്ത്. അപ്പോൾ ഇത് ഞാനിവിടെ 3 ബണ്ണാക്കിയിട്ട് എടുത്തേ. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ആക്കിയ ക്രീമിൽ ഒരു ബണ്ണുകളിലെ ക്രീം ഇനുമുണ്ട്. ഇനിയിപ്പോൾ ഇതാ പാൽ നല്ല കുറുകിയിട്ട് വന്നിട്ട് കണ്ടല്ലെങ്കിൽ നല്ല കുറുകിയിട്ട് വന്നിട്ട് ചെറിയ തീയിൽ വെച്ചിരുന്നാൽ ഇനിയിപ്പോൾ പാലും ചായ ഒന്ന് അരച്ചെടുക്കണം. അതുക്ക് മുന്നിൽ ഞങ്ങൾ ഈ മധുരത്തെ ഇത് ചായത്തേക്ക് ഞങ്ങൾ മധുരത്തേക്ക് കണ്ടൻസ് മിൽക്ക് ഇട്ടിട്ട് നല്ല ഒന്ന് അത് എത്ര ഞങ്ങൾ മധുരം വേണം അത്ര ഇട്ടിട്ട് ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് പാലും ഇത് ചായ ഒന്ന് 2 അരച്ചെടുക്കണം. അപ്പോൾ 2 വിസിൽ പോയാൽ പിന്നെ ഓഫാക്കിയിട്ട് വെച്ചിരുന്നേ. ഇനിയിപ്പോൾ 2 ഒന്ന് അരച്ചെടുത്തും കഴിത്ത് ചായയും പിന്നെ പാൽ അരച്ചെടുത്തിട്ട് 2 ഒട്ടിക്ക് ഇതാ മിക്സ് ആക്കിയും കഴിത്ത്. അപ്പോൾ ഞങ്ങൾ ഇറാനി ടീ കൂടെ റെഡി ആയിട്ട് എത്ര ഞങ്ങൾ ചായ വേണം അത് നോക്കിയിട്ട് ബീത്തിയും കഴിത്ത്. അപ്പോൾ കണ്ടറിയില്ലേ ഞങ്ങൾ ഇന്നത്തെ വൈറൽ ബൺ മസ്കും പിന്നെ അതേപോലെ ഇറാനി ടീ കുക്കർ ടീ 2 കൂടെ റെഡി ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വന്നെങ്കിൽ ഈ ഒരു ടീ ചായത്തെ ടേസ്റ്റ് ഞങ്ങൾ സാധാരണ മസാല ടീ ഉണ്ടല്ലോ ആ ഒരു മസാല ടീയുടെ ഒരു ടേസ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ബണ്ണ് ഞങ്ങൾ സാധാരണ ക്രീം ബണ്ണിനെ പോലെ അല്ല, ടേസ്റ്റ് വ്യത്യാസം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് വരും. ആ ഒരു ചായത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് തിന്നുമ്പോൾ ആ ഒരു ബണ്ണ് ക്രീമും പിന്നെ ചായത്തെ ടേസ്റ്റ് എല്ലാം വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആക്കി നോക്കൂ. നിങ്ങൾ ഇപ്പോൾ കോഴിക്കോടും കൊച്ചിയിലെല്ലാം പോയി തിന്നാമല്ലോ അല്ലേ, ഇതുപോലെ നിങ്ങൾ ആക്കി നോക്കൂ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ കണ്ടറിയില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും വരയ്ക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.